ശ്രീ മേജർ രവി, നമുക്കറിയാം വളരെ ഒരു ആശ്വാസകരമായ ഒരു വാർത്തയാണ്, പ്രത്യേകിച്ച് ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനൊരു മധ്യസ്ഥത, അമേരിക്കയുടെ മധ്യസ്ഥതയും വേണ്ടി വന്നിരുന്നു. ആദ്യമായി താങ്കൾ എങ്ങനെയാണ് ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാനെതിരെ ശക്തമായി തിരിച്ചടിച്ച ശേഷം ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഒരു സമവായത്തിലെത്തിയതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? എന്റെ രാജ്യത്തിന്റെ അഭിമാനം എനിക്ക് കാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ കൂടുതൽ നമ്മൾ വളരെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നമ്മൾ ഒരു രീതിയിലും തെറ്റുകാരല്ല എന്നുള്ള പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം പ്രതികാരം ഏതെല്ലാം രീതിയിൽ നമ്മൾ ചെയ്യണമോ അതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ആ യുദ്ധം നിർത്തേണ്ടത് രണ്ടുപേർക്കും ആവശ്യമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു യുദ്ധം തുടങ്ങി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരാളും ഇതിലൊന്നും നേടുന്നില്ല. പിന്നെ ഇന്നിപ്പോ ലാസ്റ്റ് ഈവനിങ് ഉച്ചയ്ക്ക് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റിന്റെ ഇന്ത്യ വിൽ ടേക്ക് ദ ആക്ട് ഓഫ് വാർ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അവിടെയാണ് ഡേഞ്ചർ മണത്തിരുന്നത്. ആ സമയത്ത് എന്താണ് വെച്ചാൽ ആക്ട് ഓഫ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എല്ലാ ആയുധങ്ങളും വെച്ച് നിങ്ങളെ സ്ത്രീകളോ കുട്ടികളോ അമ്പലോ പള്ളി എന്നൊന്നും നമ്മൾ നോക്കില്ല, പിന്നെ യുദ്ധമാണ്. ആ ഒരു ഓർഡർ ഇന്ത്യ കൊടുത്ത സ്ഥിതിക്ക് ഡെഫിനറ്റ് ആയിട്ടും പാകിസ്ഥാൻ അത് കൃത്യമായിട്ട് അറിവ് കിട്ടിയിട്ടുണ്ട്. അവർ ആക്ട് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദേ മീൻ ദ ബിസിനസ്, ഇവരിത് ചെയ്തിരിക്കും. അതേപോലെ അത് കറക്റ്റ് സമയത്തിലാണ് ട്രംപിന്റെ ഇടപെടൽ. ഇന്നലെ നമ്മളൊക്കെ കേട്ടപ്പോൾ നമുക്ക് വിഷമം തോന്നി. $100 കോടി അവർക്ക് കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് IMFന്റെ ഫണ്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അമേരിക്ക എന്താ ചെയ്ത്, അമേരിക്ക കറക്റ്റ് കളിയാണ് കളിച്ചിരിക്കുന്നത്. ആ 100 കോടി കൊടുത്തു, എന്നിട്ട് അവനോട് വിളിച്ചു പറഞ്ഞു പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് ചാപ്പാട് വാങ്ങിച്ചു കൊടുക്കുക, അല്ലാതെ ആംസ് ആമിനേഷൻ വാങ്ങിക്കാനല്ലാതെ വേണ്ട, നിർത്തിക്കോ അത്, എല്ലാം അവന്മാർ നിന്നെ വന്ന് തകർത്ത് തരിപ്പണമാക്കും എന്നുള്ളത് ട്രംപ് പറയും. ഇപ്പൊ എന്തായി, ട്രംപ് പറഞ്ഞത് അവന്മാർക്ക് കേൾക്കാതിരിക്കേണ്ടത് നിവൃത്തിയില്ല. നമ്മുടെ ഗവൺമെന്റ് നമുക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്യും ചെയ്തു, പ്രതികാരം തീർത്തു. ട്രംപ് പറഞ്ഞു ഓക്കെ ഇഫ് യു ആർ സെയിങ്. അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പ് കൂടെ നമ്മൾ ഒന്നുകൂടെ ബലപ്പെടുത്തി. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് my government, the way they have taken the decision, the diplomatical movements what they have done, and നമ്മൾ ഒരു യുദ്ധം ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരു യുദ്ധം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്, അല്ലാതെ യുദ്ധം ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷെ അതിനെ നമ്മുടെ അഭിമാനം കാത്ത് സൂക്ഷിച്ച് നമ്മൾ അപ്പറാൻഡ് കൊണ്ട് ഒരു യുദ്ധം നിർത്തിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ വിജയമാണത്. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ് ആൻഡ് ഐ കൺഗ്രാജുലേറ്റ് ദ ഗവൺമെന്റ് അലോങ് വിത്ത് ദാറ്റ് ഓൾ ദ സോൾജേഴ്സ് who fought and stood like rock in front of the enemy. ആ ബോർഡറിനെ അതുപോലെ കാത്തു സൂക്ഷിച്ച് ആ പട്ടാളക്കാർക്കും എയർഫോഴ്സിനും നേവിക്കും എല്ലാവർക്കും ആൻഡ് ഒറ്റക്കെട്ടായി നിന്ന് ഈ നാടിന്റെ ഓരോരുത്തർക്കും ബിഗ് സല്യൂട്ട്. യു ഓൾ stood together like a rock and we won it and I'm very happy about it. ഒരു കാര്യം കൂടി, താങ്കൾ സൂചിപ്പിച്ച IMFൽ നിന്നും 2000-ലധികം കോടി രൂപയുടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായം നൽകിയത്, അതിന്റെ ഉത്തരം അമേരിക്ക പറയേണ്ടി വരില്ലേ? I didn't get you. സൗണ്ട് ഭയങ്കര ഫീബിൾ ആവുന്നു. അതായത് IMFൽ നിന്നും സഹായം പാകിസ്ഥാൻ സ്വീകരിച്ചതും അത് കൊടുത്ത അമേരിക്കയും ഇന്ത്യ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരില്ലേ? ഡെഫിനറ്റ് ആയിട്ടും. കാരണം അമേരിക്ക കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എല്ലാ ആക്ടിനും there is a reaction. അപ്പം അമേരിക്ക അത് ചെയ്തെന്തായിരിക്കും, അവർ വിചാരിച്ചാണ് ഇന്നിപ്പോ അവന് പണത്തിന്റെ ആവശ്യമുണ്ട്, ഈ സമയത്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കേൾക്കാൻ അമേരിക്കയ്ക്ക് പറയാലോ, നിങ്ങൾ പറയുന്നത് കേൾക്കില്ല, ഞങ്ങളുടെ കൂടെ ചൈനയുണ്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ റെസ്പെക്ട് പോയി. പിന്നെ അമേരിക്കയ്ക്ക് എന്തായി, അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ കൂടെ നിന്നുകൊണ്ടൊരു യുദ്ധം ചെയ്യേണ്ടി വരും. ആ സമയത്ത് അത് വേൾഡ് വാറിലോട്ടാണ് പോകുന്നത്. സോ നമ്മുടെ വികാരങ്ങൾ മാത്രമല്ല, നമ്മൾ രാജ്യത്തിന്റെ അത് ഭരിക്കുന്ന ഭരണാധികാരികളുടെ വികാരം എന്ന് പറയുന്നത് അത് ബുദ്ധികൾ, എത്രയോ ബുദ്ധിമാന്മാരെ ഒരുമിച്ച് ഇരുത്തിക്കൊണ്ട് പ്ലാൻ ചെയ്തിട്ടുള്ള പ്ലാനിങ്ങുകളൊക്കെയാണ് ഒരു രാജ്യത്തിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഞാൻ കാണുന്നത് ഈ 100 കൊടുത്തപ്പോൾ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇതെന്താ ഈ അമേരിക്ക കാണിച്ചെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഒന്നും രണ്ടും കൂട്ടുന്ന സമയത്ത് കാണുന്നത് യെസ് ഇത് കൊടുത്തിട്ട് നിന്നോട് ഞങ്ങളിത് ചെയ്യുന്നുണ്ട്, ഇനി നീ മിണ്ടാതിരിക്കില്ലെങ്കിൽ ഇന്ത്യ വന്നങ്ങനെ നിരങ്ങും, പിന്നെ എൻ്റെ അടുത്ത് പൈസയ്ക്ക് വരരുത് എന്ന് പറഞ്ഞപ്പം പാകിസ്ഥാനും ആക്ച്വലി നോക്കിയാൽ അവരുടെ ഫേസ് സേവ് ചെയ്യാൻ വേണ്ടി നോക്കുകയായിരുന്നു. ഇപ്പൊ ഈ യുദ്ധം നിർത്തുക എന്ന് പറയുന്നത് അവർക്കത് അത്യാവശ്യമായിരുന്നു, അതാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും ഒന്ന് വന്നൊരു മധ്യസ്ഥയിൽ വന്നിട്ട് പാകിസ്ഥാൻ എടുത്ത് നിർത്തുമെന്ന് പറഞ്ഞപ്പോ അത് അമേരിക്ക പറഞ്ഞപ്പോ ഇനിയിപ്പോ അമേരിക്കയുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ഇതൊക്കെ കിട്ടുമല്ലോ. സോ ഡെഫിനറ്റ് ആയിട്ടും അവരാഗ്രഹിച്ചതാണത് പാകിസ്ഥാൻ ഇതൊന്നും നിർത്തണമെന്നുള്ളത്. സോ അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഡിപ്ലോമാറ്റിക്കൽ മൂവ്മെന്റ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ.